അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷം, പ്രത്യേകിച്ച് വാട്സപ്പ് സജീവമായതിനു ശേഷമാണ് പഴയകാല സുഹൃത്തുക്കളുടെ കൂട്ടായ്മയുടെ ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിൽ സജീവമാകുന്നത്. പഴയകാല കോളേജ് കൂട്ടായ്മയുടെ ഗ്രൂപ്പ്, 95-ാം ബാച്ച് 10ാം ക്ലാസ് കൂട്ടായ്മയുടെ ഗ്രൂപ്പ്, 99-ാം ബാച്ച് SSLC കൂട്ടായ്മയുടെ ഗ്രൂപ്പ്, 2010-ാം ബാച്ച് ഡിഗ്രി കൂട്ടായ്മയുടെ ഗ്രൂപ്പ്, ഇത്തരത്തിലുള്ള ധാരാളം ഗ്രൂപ്പുകൾ പഴയ കാലത്ത് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികളുടെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ. ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പർമാർ പലപ്പോഴായി പല സ്ഥലങ്ങളിൽ ഇവർ ഒത്തുചേരുന്നു. പലരും പല ടൂറുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്നു. ഇത്തരം ഗ്രൂപ്പുകൾ കൊണ്ട്, ഇത്തരം കൂട്ടായ്മകൾ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ, നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില നേട്ടങ്ങളുണ്ട്, ചില ഉപകാരങ്ങളുണ്ട്. പഴയ കാലത്ത് നമ്മുടെ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാനും സൗഹൃദങ്ങൾ പുതുക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ഗ്രൂപ്പുകൾ കാരണം ഒരുപാട് അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഇത്തരം റീയൂണിയനുകളുടെ പേരിൽ, അല്ലെങ്കിൽ ഇത്തരം വാട്സപ്പ് കൂട്ടായ്മകളുടെ പേരിൽ, അല്ലെങ്കിൽ ഇത്തരം ഒത്തുചേരലുകൾ കാരണമായി ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പിരിഞ്ഞ് താമസിക്കേണ്ടുന്നൊരവസ്ഥയൊക്കെ ഇത്തരം ഗ്രൂപ്പുകൾ കൊണ്ട് ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പരിസരങ്ങളിലൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും ഇത്തരം ഒരു യൂണിയൻ കാരണമുണ്ടായ ഒരു അപകടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരാഴ്ച മുമ്പ് നമ്മൾ കേട്ടു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു അമ്മയും മകളും വാടകയ്ക്ക് താമസിക്കുന്ന ഒരു 74 വയസ്സുകാരിയായ അമ്മ, 43 വയസ്സുകാരിയായ ഒരു മകൾ, ഒരു 6 മാസക്കാലമായി അവർ ഈ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. ഏതാനും ദിവസങ്ങളായി ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഈ അമ്മയെയും മകളെയും പുറത്തേക്ക് കാണുന്നില്ല. അയൽവാസികളാകെ എന്ത് പറ്റി എന്നുള്ള അന്വേഷണത്തിലായി. പിന്നീട് ആ വീട്ടിൽ നിന്ന് ഒരു ദുർഗന്ധം, ആ വീട്ടിൽ നിന്ന് സ്മെല്ലും പുറത്തേക്ക് വരുന്നു. വീട്ടുകാർ വേഗം ഈ അമ്മയുടെ വേറൊരു മകളെ വിവരം അറിയിക്കുന്നു. ആ മകൾ വരുന്നു. വീട് തുറന്നു നോക്കുമ്പോൾ വീട്ടിനകത്ത് അമ്മയും മകളും വീടിൻ്റെ 2 സ്ഥലങ്ങളിലായി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. പിൻവശത്തെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മകളുടെ സമീപത്ത് ഈ മകൾ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യ ഭർത്താവിൻ്റെയും ഈ മകളുടെയും അതുപോലെ മറ്റൊരു സുഹൃത്തിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഇനി നീ ജീവിക്കണ്ട എന്ന് ആ ഒരു ഫോട്ടോയുടെ താഴെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാണുന്ന ഒരു മൽപ്പിടുത്തത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലായി, ഇൻക്വസ്റ്റ് നടത്തിയ പോലീസിന് മറ്റൊക്കെ മനസ്സിലായി, ഇത് മരണമല്ല, സ്വാഭാവിക മരണമല്ല, ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ് എന്ന് മനസ്സിലാവുന്നു. അപ്പോഴാണ് നാട്ടുകാരൊക്കെ പറയുന്നത്, ഈ മരണപ്പെട്ട് കിടക്കുന്ന ഈ യുവതിയുടെ ഭർത്താവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു പോയിരുന്നു എന്നൊക്കെ. ഭർത്താവിൻ്റെ പേര് പക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, പ്രേംകുമാർ എന്ന് പറയുന്ന ഭർത്താവ് കോട്ടയംകാരനാണ്. അദ്ദേഹം ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നു പോയിട്ടുണ്ട് എന്നും ഈ സഹോദരി, ഈ മരണപ്പെട്ട് കിടക്കുന്ന ഈ രേഖ എന്ന പേരുള്ള ഈ സഹോദരിയുടെ സഹോദരി സിന്ധു എന്ന് പറയുന്ന സഹോദരി പറയുന്നുണ്ട്, ഇവളുടെ ഈ 2ാം ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഈ 2ാം ഭർത്താവിനെതിരെ രേഖ പോലീസിൽ നേരത്തെ പരാതി നൽകിയിട്ടുള്ളതാണ് എന്നുള്ള വിവരവും മറ്റുമൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഇതിന് പിന്നിൽ ഈ സഹോദരിയുടെ, ഈ മരണപ്പെട്ട് കിടക്കുന്ന രേഖ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ 2ാം ഭർത്താവായ പ്രേംകുമാറാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാവുന്നതും പോലീസ് ഇയാൾക്ക് വേണ്ടി അന്വേഷണം തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും അയാളെ പിടിച്ചോ ഇല്ല എന്നറിയില്ല. അയാൾക്ക് വേണ്ടി ലുക്കൗട്ട് നോട്ടീസും മറ്റുമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പ്രേംകുമാറാണ് നമ്മുടെ വിഷയം. ഈ പ്രേംകുമാർ ഇയാൾ നേരത്തെ ഒരു വിവാഹം കഴിച്ച വ്യക്തിയാണ്. നേരത്തെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ ഭാര്യയുമായി ദിവ്യ എന്നോ എന്തോ മറ്റുമാണ് ആ ഒരു ആദ്യ ഭാര്യയുടെ പേര്. ആ ഭാര്യയുമായി സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നതിനിടയിലാണ് ഇയാൾ ഒരു പഴയകാല കോളേജ് കൂട്ടായ്മയോ എന്തോ സ്കൂളിലെ ഒരു കൂട്ടായ്മയിലേക്ക് ഇയാൾ പോകുന്നത്. ആ പഴയകാല കൂട്ടായ്മയിലേക്ക് പോയ സമയത്താണ് അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് സംഗമിക്കുന്നു. ആ സംഗമത്തിലേക്ക് ഇയാളും പോകുന്നു. ആ പോയ സമയത്താണ് പണ്ട് തന്നോടൊപ്പം പഠിച്ച കൂട്ടുകാരെയൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഇയാൾ പണ്ട് തന്നോടൊപ്പം പഠിച്ച തൻ്റെ ഒരു കാമുകയെ ഇയാൾ കാണുന്നത്. താനും അവളും തമ്മിൽ പണ്ട് ചെറിയ ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു. അവരെ കണ്ടു. അപ്പോൾ പരസ്പരം സംസാരിച്ചപ്പോൾ അവർ പരസ്പരം ഒന്നുകൂടി അടുക്കണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നുള്ള ആ ഒരു കാഴ്ച പിന്നീട് അവർ പരസ്പരം ഫോൺ ചെയ്യുന്നു, പരസ്പരം സംസാരിക്കുന്നു, ചാറ്റിങ് ചെയ്യുന്നു. പിന്നീട് ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നിലവിലെ തൻ്റെ ഭാര്യ അതിനൊരു തടസ്സമാണ്. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പരസ്പരം 2 പേരും കൂടി ആലോചിക്കുന്നു. ഏതായാലും ഭാര്യ അങ്ങ് ഇല്ലാതാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവർ 2 പേരും കൂടി ഇയാളുടെ പ്രേംകുമാറിൻ്റെ ആദ്യത്തെ ഭാര്യയെ കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇയാളും ഇയാളുടെ കാമുകയും കൂടി.
അതിനുവേണ്ടി ഒരുപാട് പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതൊരു ഇവരൊരിക്കലും പിടിക്കപ്പെടരുത്. ഈ ഭാര്യ എവിടെയെങ്കിലും പോയി ഭാര്യ ഒന്നിലും മിസ്സിങ് ആണ്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊലപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കണം. അതിനുവേണ്ടി ഇയാളൊരു ട്രെയിൻ യാത്ര നടത്തുന്നു. ആ ട്രെയിൻ യാത്രയിൽ ഇയാളുടെ ഭാര്യയുടെ ഫോണ് ഒരു സ്ഥലത്തേക്ക് വലിച്ചെറിയുന്നു. പിന്നീട് ഭാര്യയ്ക്ക് മദ്യം നൽകി ഭാര്യയെ അബോധാവസ്ഥയിലാക്കിയ ശേഷം ഭാര്യയെ ശ്വാസം മുട്ടിച്ചോ മറ്റോ കൊലപ്പെടുത്തിയിട്ട് ഭാര്യയുടെ ശരീരം ഒരു കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഇവര് ഈ പ്രേംകുമാറും ഇയാളുടെ കാമുകയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് തൻ്റെ ഭാര്യയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നു. അപ്പോൾ തന്നെ പോലീസിന് ചെറിയ ഡൗട്ട് ഉണ്ടായി. ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകാൻ വരുന്നത് കാമുകിയോടൊപ്പം. അങ്ങനെ പരാതി നൽകിയെന്ന് മാത്രമല്ല, പ്രേംകുമാറും ഈ കാമുകയും കൂടി ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയും കൂടി കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ പോലീസിന് ഡൗട്ടായി, എന്തിനാണ് ഇവര് നിരപരാധികളാണെങ്കിൽ പിന്നെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ എന്തിനാണ്, മുൻകൂർ ജാമ്യം എന്തിനാണ് എന്നുള്ള ഡൗട്ട് ഉണ്ടാവുന്നു. അതേ തുടർന്ന് പോലീസ് ഇവരെ വിളിച്ച് കാര്യമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവരാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്, കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചത് എന്നൊക്കെ മനസ്സിലാവുന്നു. പോലീസ് പ്രേംകുമാറിനെ അറസ്റ്റ് ചെയ്തു. കോടതി ശിക്ഷ വിധിച്ചു. ഏതായാലും നമ്മുടെ നാട്ടിലെ നിയമങ്ങളല്ല, അധികകാലത്തൊന്നും ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലല്ലോ. ആരെ കൊലപ്പെടുത്തിയാലും കുറച്ച് കഴിഞ്ഞാൽ പിടിപാടും മറ്റൊക്കെ ഉണ്ടെങ്കിൽ കേസ് വാദിക്കാനും മറ്റൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പുറത്തു വരാം. അതാണല്ലോ നമ്മുടെ നാട്ടിലെ അവസ്ഥ. പ്രേംകുമാറും കുറച്ച് കഴിഞ്ഞപ്പോൾ ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ജാമ്യം കിട്ടി. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇയാളുടെ കാമുകയുടെ കാര്യം എന്തായി എന്നറിയില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായ രേഖയെ ഇയാൾ പരിചയപ്പെടുന്നതും ഇയാൾ ഈ രേഖയെ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. രേഖയ്ക്ക് നേരത്തെ രേഖയുടെ വിവാഹം കഴിഞ്ഞതാണ്. ആ ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. അതിനിടക്കാണ് ഈ പ്രേംകുമാർ വന്ന് പരിചയപ്പെടുകയും അങ്ങനെ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇയാൾക്ക് വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് രേഖയെയും സംശയം സ്വാഭാവികമാണ്. താൻ നേരത്തെ അങ്ങനെയായിരുന്നു. രേഖ പലപ്പോഴും രേഖയ്ക്ക് ഒരുപാട് നേരത്തെ സുഹൃത്തുക്കളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയ രോഗത്തെ തുടർന്നാണ്, താൻ നേരത്തെ അങ്ങനെയായിരുന്നു, തനിക്കൊരു ഭാര്യ ഉണ്ടായിരിക്കുകയാണ്, താൻ വേറൊരു തൻ്റെ പഴയകാല കാമുകയെ കാണുകയും വീണ്ടും അവരുമായി സൗഹൃദം പുതുക്കുകയും അവരുമായി ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഭാര്യയെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അതുപോലെ തൻ്റെ ഈ ഭാര്യയും ചെയ്യുമോ എന്നുള്ള ആ ഒരു സംശയരോഗത്തെ തുടർന്നാണ് ഇയാൾ ഈ ഭാര്യയെയും ഭാര്യയുടെ അമ്മയെയും കൊലപ്പെടുത്തിയ രണ്ടാം ഭാര്യയാകുന്ന രേഖയെയും അവരുടെ 74 വയസ്സുള്ള അമ്മയെയും കൊലപ്പെടുത്തിയത് എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്നും മറ്റൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് ഒരു റീയൂണിയനിൽ തുടങ്ങിയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, വേറെയും ചില സംഭവങ്ങൾ ഒരുപാട് പ്രായമായതിനു ശേഷം 50-60 വയസ്സൊക്കെ ആയതിനു ശേഷം ഇതുപോലെ ഒരു പഴയകാല കൂട്ടായ്മയിൽ പോയി അങ്ങനെ അവിടെ വെച്ച് തൻ്റെ പഴയകാല സ്നേഹിതയെ കാണുന്നു. അങ്ങനെ ഒരുമിച്ച് അവർ തമ്മിൽ ഒളിച്ചോടി പോയ സംഭവത്തെക്കുറിച്ച്, എന്നിട്ട് മക്കൾ പോയി പിടിച്ചുകൊണ്ടുവന്ന സംഭവത്തെക്കുറിച്ചൊക്കെ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം വിഷയങ്ങൾ ഇങ്ങനെ പഴയകാല കൂട്ടായ്മയുടെ കാരണമായി ഉണ്ടാവുന്നുണ്ട്. നല്ല നിലയ്ക്ക് ഇത്തരം കൂട്ടായ്മകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരും നല്ല നിലയ്ക്ക് ഇത്തരം സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട്. ചിലരൊക്കെ പഴയകാലത്തുള്ള താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ അല്ലെങ്കിൽ താൻ സ്നേഹിച്ചിരുന്ന ആ ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ എല്ലാം മറന്ന് എനിക്ക് വീണ്ടും ഒന്നിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നവരും, അതല്ലെങ്കിൽ പുതിയ ബന്ധങ്ങളിൽ ചില അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് എനിക്ക് എൻ്റെ പഴയ ആ ഒരു ബന്ധത്തിലേക്കൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ ചിന്തിക്കുന്നവരും പോകുന്നവരൊക്കെ ഉണ്ട് എന്നുള്ളത് അടുത്ത കാലത്തൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം കൂട്ടായ്മകളിലൊക്കെ ചേരുന്നവർ അല്ലെങ്കിൽ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അംഗത്വം എടുക്കുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. പഴയകാലത്തെ സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷേ നമുക്കൊരു ഭാര്യ ഉണ്ടായിരിക്കെ, ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ, നമ്മുടെ പഴയകാലത്തെ നമ്മുടെ SSLCക്ക് ഒപ്പം പഠിച്ചതാണ് അല്ലെങ്കിൽ കോളേജിനൊപ്പം പഠിച്ചതാണ് എന്നുള്ള നിലക്ക് അവരോട് അധികമായി അടുക്കുന്നതും അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, അവരുമായി അടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബം തകരാനും നമ്മുടെ ജീവിതം മുഴുവൻ അസ്വസ്ഥമാകാനും അല്ലെങ്കിൽ സമാധാനമില്ലാതെ ജീവിക്കേണ്ടിയൊക്കെ വരുന്നൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഇത്തരം കൂട്ടായ്മകളുടെ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെയേറെ നന്നതാണ്. പറഞ്ഞ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും അറിയുമായിരിക്കും. ഞാനീ പറഞ്ഞത് ഇരിഞ്ഞാലക്കുട അടുത്ത് പടിയൂര ഭാഗത്ത് സംഭവിച്ചൊരു സംഭവമാണ്. അള്ളാഹു എല്ലാവരെയും ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. പുതിയ കാലമാണ്, എല്ലാവിധ സംവിധാനങ്ങളും ഉള്ളൊരു കാലം. പഴയകാല സൗഹൃദങ്ങളായാലും പഴയകാല സുഹൃത്തുക്കളെ ആയാലും ആരെയായാലും
പെട്ടെന്ന് ബന്ധപ്പെടാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന ഫോണും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് വികസിച്ചിട്ടുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ബന്ധപ്പെടേണ്ടവരുമായി ബന്ധപ്പെടണം. ഒരിക്കലും ബന്ധം സ്ഥാപിക്കാൻ പറ്റാത്ത ആളുകളുമായി ഒരിക്കലും നമ്മൾ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യരുത്. അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.